No, 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 no.
നാനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹ്യൂമൻ ഹെയറിന്റെ വിഡ്ത്ത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഹ്യൂമൻ ഹെയറിന്റെ വിഡ്ത്ത് ഏതാണ്ട് 80,000 നാനോമീറ്റർ. DNA നമുക്ക്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ DNA? നിങ്ങളുടെ DNA ഇല്ല. ഓക്കെ, സോ DNAയുടെ സ്ട്രാൻഡിന്റെ വിഡ്ത്ത്, നീളമല്ല, വിഡ്ത്ത് 2.5 നാനോമീറ്റർ. ഓക്കെ, സോ അതേപോലെ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ നാനോ എന്ന് പറയുന്ന, നാനോ ടെക്നോളജി എന്ന് പറയുന്ന ഫീൽഡ് ഇത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മെറ്റീരിയലിനെ നമ്മൾ നാനോ ലെവലിലോട്ട് കൊണ്ടുപോകുമ്പോൾ ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ വ്യത്യാസം സംഭവിക്കും? ഫണ്ടമെന്റലി അതിന്റെ സ്ട്രക്ചറിൽ എന്ത് വ്യത്യാസം സംഭവിക്കുന്നു, അതിന്റെ ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസിൽ എന്ത് വ്യത്യാസം സംഭവിക്കുന്നു എന്നതിനെ അനുസരിച്ചിട്ടായിരിക്കണം ആ മെറ്റീരിയലിന്റെ മൊത്തത്തിലുള്ള പ്രോപ്പർട്ടിയിലുള്ള, അതായത് ബൾക്ക് മെറ്റീരിയലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാനോ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ്. അതിനൊരു ഉദാഹരണം വഴി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ഗോൾഡ് അറിയാം. നമുക്ക് ഗോൾഡ് ഒരു മെറ്റലാണ് അല്ലെ? അപ്പൊ ഗോൾഡിനെ നമ്മൾ ചെറുതാക്കി സൈസ് ചെറുതാക്കി കൊണ്ടുവന്നിട്ട് ഒരു നാനോമീറ്റർ ലെവലിൽ കൊണ്ടുവരാണ്. അപ്പൊ നാനോമീറ്റർ ലെവലിൽ കൊണ്ടുവന്നാൽ നാനോമീറ്റർ ലെവൽ വന്നാൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ മെറ്റൽ ആയിട്ടുള്ള ഗോൾഡ് ഒരു സെമി കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. സോ അതൊരു മാജിക് പോലാണ് അല്ലേ? സൈസ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതനുസരിച്ചിട്ട് മെറ്റൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയല് സെമി കണ്ടക്ടറായിട്ട് മാറുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മെറ്റല്, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റേഴ്സ്, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡിന്റെയും ടേംസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
ഒരു മെറ്റൽ ആണെങ്കിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ക്രോസ് ചെയ്തിരിക്കും അല്ലേ? ഇൻസുലേറ്റർ ആണെങ്കിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ അകലം കൂടുതലായിരിക്കും, ഗ്യാപ്പ് കൂടുതലായിരിക്കും. പക്ഷേ സെമി കണ്ടക്ടർ ആവുകയാണെങ്കിൽ കമ്പാരബിളി എന്താണ് സ്മോൾ ഗ്യാപ്പ് ആയിരിക്കും. സോ അപ്പോൾ ഒരു മെറ്റല് അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതനുസരിച്ചിട്ട് അതൊരു സെമി കണ്ടക്ടർ ആയിട്ട് മാറുകയാണ്. അപ്പൊ മെറ്റലിന്റെ സൈസ് നിങ്ങൾക്ക് അറിയാം, ഗോൾഡ് മെറ്റലിന്റെ കളർ നിങ്ങൾക്ക് അറിയാം, ഈ പിക്ചറിൽ കാണുന്ന പോലെ ഗോൾഡിന്റെ കളർ നിങ്ങൾക്ക് അറിയാം. അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് സെക്കൻഡ് ഇമേജ് നോക്കേ, അത് ഗോൾഡിന്റെ നാനോ പാർട്ടിക്കിൾ ആണ്, ഡിഫറന്റ് സൈസിലുള്ള നാനോ പാർട്ടിക്കിൾ ആണ്. അതിന്റെ 10 ഇമേജസ് ആണ് ഈ കാണിച്ചിരുന്നത്. ബ്രാക്കറ്റില് സൈഡില് ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടല്ലേ, അത് നാനോ പാർട്ടിക്കിൾസ് ആണ്, ഗോൾഡിന്റെ ഡിഫറന്റ് സൈസിലുള്ള നാനോ പാർട്ടിക്കിൾസ് ആണ്. അപ്പോ ഡിഫറന്റ് സൈസിലുള്ള നാനോ പാർട്ടിക്കിൾസ് ഉള്ള ഗോൾഡ് ഡിഫറന്റ് കളർ കാണിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ അബ്സോർപ്ഷൻ പ്രോപ്പർട്ടിയിലുള്ള ഡിഫറൻസ് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇത്രയും ഫണ്ടമെന്റലി നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മെറ്റൽ ആയിട്ടുള്ള ഗോൾഡ് ഒരു സെമി കണ്ടക്ടർ ആയിട്ട് മാറും. എങ്ങനെ മാറുന്നു? സോ ദാറ്റ് മീൻസ് സം കൈൻഡ് ഓഫ് സ്ട്രക്ചറൽ ചേഞ്ചസ് മേ ഹാപ്പൻ ദെയർ അല്ലേ? ഒന്നുകിൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ച് സംഭവിക്കാം. സ്ട്രക്ചറൽ ചേഞ്ചസ് മൂലം ഇലക്ട്രോണിക് പ്രോപ്പർട്ടിയിൽ ഡിഫറൻസ് സംഭവിച്ചിരിക്കാം. ഇലക്ട്രോണിക് പ്രോപ്പർട്ടിയിൽ ഡിഫറൻസ് സംഭവിക്കുമ്പോൾ സ്പെക്ട്രോസ്കോപ്പിക് പ്രോപ്പർട്ടിയിൽ ഡിഫറൻസ് സംഭവിക്കാം. അതിന്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിലെ ഡിഫറൻസ് സംഭവിക്കാം. ഓക്കെ, സോ അങ്ങനെയുള്ള വാസ്റ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസിങ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഇൻ പ്രോപ്പർട്ടി കാണാൻ പറ്റും ഇങ്ങനെയുള്ള മെറ്റീരിയൽ, ബൾക്ക് മെറ്റീരിയലിൽ നിന്ന് നാനോ മെറ്റീരിയലിലോട്ട് മാറുമ്പോൾ. ഓക്കെ, നമ്മൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. എങ്ങനെയാണ് ഒരു നാനോ മെറ്റീരിയൽ അതിന്റെ ബൾക്ക് കൗണ്ടർ പാർട്ടിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്, എന്തുകൊണ്ടാണ്? ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈ നാനോ പാർട്ടിക്കിൾസ് shows unique property comparing to their bulk counterparts. Okay, so nanomaterials ഇങ്ങനെ സ്പെസിഫിക് പ്രോപ്പർട്ടീസ് കാണിക്കാനുള്ള പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ എന്തെന്ന് വെച്ചാൽ, ഫസ്റ്റ് പോയിന്റ്, they have a large surface area to volume ratio. They have a very large surface area to volume ratio. സെക്കൻഡ് എന്ന് പറയുന്നത് ക്വാണ്ടം കൺഫൈൻമെന്റ് എഫക്റ്റ് ആണ്, ക്വാണ്ടം കൺഫൈൻമെന്റ് എഫക്ട്. തേർഡ് വൺ, റെഡ്യൂസ്ഡ് ഇംപെർഫെക്ഷൻസ്. ഓക്കെ, എന്താണ് ഈ ലാർജ് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മൾ ഒരു നാനോ മെറ്റീരിയൽസ് എടുക്കുകയാണ്. അപ്പൊ നിങ്ങളിപ്പോ ഈ ഫിഗറിനകത്ത് കാണുന്നത് എന്താണ്, നിങ്ങളൊരു കുറെ ക്യൂബ്സ് ആ കാണുന്നുണ്ടല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയേക്ക് നോക്കേ, നമ്മളൊരു സ്പിയർ കൺസിഡർ, നാനോ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യണം, ഒരു സ്മോൾ സ്പിയർ ഓഫ് റേഡിയസ് ആർ. ഓക്കെ, അങ്ങനെ ഒരു മെറ്റീരിയൽ കൺസിഡർ ചെയ്യണം. അപ്പൊ അതിന്റെ സൈസ് നമ്മൾ കുറച്ച് കൊണ്ടുവരുവാണ്, ആറിന്റെ വാല്യൂ കുറച്ച് കൊണ്ടുവരുവാണ്. ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ നിങ്ങൾക്ക് അറിയാം അല്ലെ, 4πr² ആണ്. സ്പിയറിന്റെ വോളിയം 4/3 πr³ ആണ്. അപ്പൊ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ വോളിയം ആണ് അല്ലെ. സോ ദാറ്റ് ഈസ് 4πr² ഡിവൈഡഡ് ബൈ 4/3 πr³. സോ ആൻസർ ഈസ് 3/r. സോ ഇതിന്റെ മീനിങ് എന്താണ്? സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഇസ് ഈക്വൽ ടു 3/r എന്ന് പറഞ്ഞാൽ ഈ സ്പിയറിന്റെ സൈസ്, ഈ സ്പെരിക്കൽ നാനോ പാർട്ടിക്കിളിന്റെ സൈസ് കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ കൂടും. എന്ന് വെച്ചാൽ വോളിയത്തിനെ അപേക്ഷിച്ച് സർഫസ് ഏരിയ കൂടും. അപ്പൊ വോളിയത്തിനെ അപേക്ഷിച്ച് സർഫസ് ഏരിയ കൂടിയാൽ എന്ത് സംഭവിക്കും? അപ്പൊ നിങ്ങളുടെ ക്ലാസ് ഒന്ന് കൺസിഡർ ചെയ്യുക. ക്ലാസ് ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ക്ലാസ്, നമ്മുടെ ക്ലാസ് റൂം ഉണ്ടല്ലോ, ക്ലാസ് റൂം ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ക്ലാസ് റൂമിന്റെ സൈസ് നിങ്ങൾക്ക് അറിയാം, ഹൈറ്റ് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട് അല്ലെ, ലെങ്ത് ഉണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ സൈസ് ഒന്ന് കുറച്ചുകൊണ്ടുവരാൻ പോവാണ്. സൈഡിൽ നിന്നുള്ള വാൾ ഉണ്ടല്ലോ, അത് മൂവബിൾ ആണെന്ന് വെച്ചു, അത് മൂവ് ചെയ്ത് വളരെ എന്താണ് ഒരു 2 മീറ്റർ ഗ്യാപ്പിൽ ഞാൻ കൊണ്ടുവെക്കുകയാണ്, 2 വാളുകൾ തന്നെ. അതേപോലെ
ഓപ്പോസിറ്റ് നമ്മളുടെ 4 വാളുണ്ടല്ലോ, മുകളിലുള്ള വാളും കൊണ്ടുവരാണ് താഴോട്ട്. നിങ്ങളുടെ ഹൈറ്റ് എത്രയാണ്? നിങ്ങൾക്ക് ഒരു എത്ര 1.5 മീറ്റർ ഉണ്ടെങ്കിൽ ഒരു 1 മീറ്റർ ഹൈറ്റിലോട്ട് കൊണ്ടുവരാണ്. ഓക്കെ, അതേപോലെ തന്നെ സൈഡിലെ വാൾ, മൊത്തം 6 വാളുണ്ടല്ലോ, കൊണ്ടുവരാണ്. അപ്പൊ എന്ത് സംഭവിക്കും? സംഭവിക്കുന്നത് നിങ്ങൾ കൺജസ്റ്റഡ് ആവും, അല്ലേ? എന്നുവെച്ചാൽ വോളിയം കുറയാണ്, ക്ലാസ് റൂമിന്റെ വോളിയം കുറയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അകത്തായിട്ട് നിങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ പുറത്ത് കാണിക്കില്ലേ? നിങ്ങൾ സൈഡിലുള്ള വിൻഡോയില് സൈഡിലോട്ട് പോകും, കാരണം അത്രയും കൺജസ്റ്റഡ് ആവും, എയർ കിട്ടില്ല. സോ മാക്സിമം എയർ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാവരും ആ വിൻഡോ സൈഡിലോട്ട് പോകും. സോ എന്ന് വെച്ചാല് വിൻഡോ സൈഡിലോട്ട് പോകുന്ന വെച്ചാൽ അതിനകത്ത് എന്താണ്? ഉള്ളില് സ്ഥലമില്ല, വോളിയം ഇല്ല ഇരിക്കാൻ. സോ എല്ലാവരും എന്ത് ചെയ്യും? പുറത്തോട്ട് തള്ളും. സോ ഇത് തന്നെയാണ് ഒരു പാർട്ടിക്കിളിന് സംഭവിക്കുന്നത്. പാർട്ടിക്കിളിന്റെ സൈസ് കുറച്ച് കൊണ്ടുവരുന്നത്, ഈ പാർട്ടിക്കിളിനകത്ത് എന്തുണ്ട്? ആറ്റംസ് ഉണ്ട്. അപ്പൊ ആറ്റം സൈസ് കുറയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഈ ആറ്റത്തിന് ഇരിക്കാനുള്ള സ്ഥലം ഈ നാനോ പാർട്ടിക്കിളിന്റെ ഉള്ളിൽ കുറയും. ഓക്കെ, അതാണ് സർഫസ് ഏരിയ ആയിട്ട് വോളിയം റേഷ്യോ കൂടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സൈസ് കുറയുന്നതിനനുസരിച്ച് ഉള്ളിലെ സ്പേസ് കുറയുകയും ഉള്ളിലിരിക്കുന്ന ആറ്റംസ് എന്ത് ചെയ്യും? സർഫസിലോട്ട് വരികയും ചെയ്യും. ഓക്കെ, സോ ഇതാണ് എന്റെ പ്രധാന കാരണം. സർഫസിലോട്ട് വരും, ഉള്ളിലിരിക്കുന്ന ആറ്റംസ് സർഫസിലോട്ട് വരും. അപ്പൊ എന്ത് സംഭവിക്കും? സർഫസിലോട്ട് വരും. അതാണ് ഇതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. അതിനൊരു ഉദാഹരണം വഴി ഞാൻ പറയാം. നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സ്ലൈഡിൽ കാണിച്ചല്ലോ, ഗോൾഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കെമിക്കലി അൺറിയാക്റ്റീവ് ആണ്. പക്ഷേ ഗോൾഡ് നാനോ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ലെവലില് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാറ്റലിസ്റ്റ് അറിയാമല്ലോ, അല്ലെ? ഉൾപ്രേരകങ്ങൾ എന്ന് പറയല്ലേ, കെമിക്കൽ റിയാക്ഷൻസിന്റെ സ്പീഡ് കൂട്ടാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. സോ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് ഈ നാനോ മെറ്റൽസ്. ഫോർ എക്സാമ്പിൾ, ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്, പ്ലാറ്റിനം നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവയൊക്കെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള കാറ്റലിസ്റ്റുകളാണ്. സോ അൺറിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ എങ്ങനെ ഇത്തരത്തിലുള്ള കാറ്റലിസ്റ്റ് ആയിട്ട് മാറും? ഓക്കെ, അതിനൊരു ഉത്തരമാണ്, അതിനൊരു എക്സ്പ്ലനേഷൻ ആണ് ഈ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ എന്ന് പറഞ്ഞാൽ. ഒരു പാർട്ടിക്കിളിന്റെ സൈസ് കുറയുന്നതിനനുസരിച്ചിട്ട്, ദാറ്റ് മീൻസ് അത് നാനോ ലെവലിലോട്ട് വരുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഉള്ളിലെ സ്പേസ് കുറയുകയും ഈ മെറ്റീരിയൽസിലുള്ള ആറ്റംസ് അതിന്റെ സർഫസിലോട്ട് വരികയും ചെയ്യും. സോ സർഫസിലോട്ട് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിന്റെ സർഫസ് എനർജി കൂടും. സോ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ക്ലാസ്സിലെ കാര്യം ആലോചിച്ചാൽ മതി. സൈസ് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? സ്ട്രെസ് കൂടും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളു കൂടും, അല്ലേ? എനർജി കൂടും, നിങ്ങൾ മാക്സിമം എനർജി എടുത്ത് മറ്റവനെ തള്ളും. സോ ഇതേപോലെ ആറ്റംസിന്റെയും എനർജി കൂടും, സ്ട്രെസ് കൂടും, സർഫസ് സ്ട്രെസ് കൂടും. സോ സർഫസ് എനർജി കൂടും. സോ സർഫസ് എനർജി കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് കൂടുതൽ എക്സ്പോസ്ഡ് ആവും സറൗണ്ടിങ്സിലോട്ട്. സോ സറൗണ്ടിങ്സിലുള്ള ആറ്റവുമായിട്ട് ഇത് റിയാക്ട് ചെയ്യും. സോ അങ്ങനെ റിയാക്ടിവിറ്റി കൂടും. ഓക്കെ, സർഫസിലോട്ട് വരുന്നത്, സർഫസ് എനർജി കൂടുന്നതിനനുസരിച്ചിട്ട്, സർഫസ് എനർജി കൂടിയാൽ എന്ത് ചെയ്യും? എനർജി കൂടുമ്പം എല്ലാ ആറ്റംസും എന്താ ചെയ്യുന്നത്? എനർജി കുറച്ച് സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് വരാനാണ് ശ്രമിക്കുന്നത്. സോ എനർജി കുറച്ച് സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് വരാൻ വേണ്ടിയാണ് അത് മറ്റുള്ള മോളിക്യൂൾസുമായിട്ട് എന്ത് ചെയ്യുന്നത്? എനർജി എക്സ്ചേഞ്ച് ആണ് റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ. സോ കെമിക്കൽ റിയാക്ഷൻ നടത്തി അതിന്റെ എനർജി ലോ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? മറ്റ് ആറ്റങ്ങളുമായിട്ട് അല്ലെങ്കിൽ മോളിക്യൂൾസുമായിട്ട് അതെന്ത് ചെയ്യും? ഇന്ററാക്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് ആക്ച്വലി എന്താണ് റീസൺ ഫോർ ദ കാറ്റലിറ്റിക് ബിഹേവിയർ ഓഫ് നാനോ പാർട്ടിക്കിൾസ്, നാനോ മെറ്റൽസ് എസ്പെഷ്യലി. ഓക്കെ, അപ്പൊ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ എന്താണെന്ന് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ബോക്സ് വരച്ചൊന്നും പറയണ്ട, അത് അവിടെ നിന്നോട്ട്. നിങ്ങൾ ഒരു സ്പെരിക്കൽ നാനോ പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുക, സ്പെരിക്കൽ പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുക, 6 റേഡിയസ് ഉള്ള. കൺസിഡർ എ പാർട്ടിക്കിൾ having spherical structure of radius r. The surface area of the sphere is 4 pi r square. Volume of the sphere is 4 by 3 pi r cube. So surface area to volume ratio is 4 pi r square divided by 4 by 3 pi r cube. That is equal to 3 by r. Okay, so that is the surface area to volume ratio. So that means if the particle size decreases, the surface area to volume ratio increases. That means more atoms will come to the surface. The volume, comparing to the volume, the surface area of the particle increases. So the more atom will come to the surface, so the surface stress increases significantly, or consequently the surface energy of the particle increases, so the reactivity of the nanoparticles increases. That is the physical significance of surface area to volume ratio.
സോ അതൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ എഴുതണം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഒരു നാനോ പാർട്ടിക്കിൾ അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽ അതിന്റെ ബൾക്ക് കൗണ്ടർ പാർട്ടുമായിട്ട് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് കാണിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ആണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ക്വാണ്ടം കൺഫൈൻമെന്റ് എഫക്റ്റ് ആണ്. ക്വാണ്ടം കൺഫൈൻമെന്റ് എഫക്ട്. സോ അപ്പൊ അടുത്ത് നമുക്ക് ക്വാണ്ടം കൺഫൈൻമെന്റ് എഫക്റ്റിലോട്ട് പോകാം. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞതിന്റെ ആൻസർ ആണ് ഹൗ ഡു സർഫസ് ആറ്റംസ് മോഡിഫൈ നാനോ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്. അതിന്റെ പോയിന്റ്സ് ആണ് സർഫസ് സ്ട്രെസ് ഇൻക്രീസസ്, സർഫസ് എനർജി ഇൻക്രീസസ്, total surface energy is directly proportional to surface area. So owing to the vast surface area, nanostructured material possess huge surface energy and thus they are thermodynamically unstable or metastable. അപ്പോൾ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മറ്റുള്ള ആറ്റങ്ങളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ ഓക്കെ. സോ നെക്സ്റ്റ്, അപ്പൊ അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ്? No, sir. Okay. So next topic, ക്വാണ്ടം കൺഫൈൻമെന്റ് എഫക്ട്. ഇത് നമ്മളുടെ പാർട്ടിക്കിളിന്റെ ബോക്സുമായിട്ട് വളരെ റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വാണ്ടം കൺഫൈൻമെന്റ് എഫക്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ക്വാണ്ടം കൺഫൈൻമെന്റ് എഫക്ട്? ഇത് നാനോ പാർട്ടിക്കിൾസിന്റെ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയാണ്. നാനോ മെറ്റീരിയൽസ് എക്സിബിറ്റ് ചെയ്യുന്ന പർട്ടിക്കുലർ പ്രോപ്പർട്ടിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സൈസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. എന്താണ് നമുക്ക് ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് നോക്കാം. So in small nanocrystals, the electronic levels are not continuous as in the bulk, but are discrete. എന്താണെന്ന് ഞാൻ പറയാം. Because of the confinement of the electronic wave function, the physical dimension of the particle. This phenomena is called a quantum confinement effect, and therefore the nanocrystals are also referred to as the quantum dots. Okay, അപ്പൊ നിങ്ങൾ ഈ ക്വാണ്ടം ഡോട്ട്സ് എന്ന് വാക്ക് കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ക്വാണ്ടം ഡോട്ട്സ്. QLED TV കേട്ടിട്ടില്ലേ? എന്തിനാണ് QLED TV യൂസ് ചെയ്യുന്നത്? QLED TV എന്തിനാണ്? നമ്മൾ 4K 8K റെസൊല്യൂഷൻ ഒക്കെ കൊണ്ടുവരാനാണ് അല്ലേ? എന്താണ് ഈ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് റെസൊല്യൂഷൻ? റെസൊല്യൂഷൻ കൂട്ടുക എന്ന് വെച്ചാൽ എന്താണ്? ടിവിയുടെ Number of pixels. നമ്പർ ഓഫ് പിക്സൽ ഇൻക്രീസ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ഈ നമ്പർ ഓഫ് പിക്സൽ ഇൻക്രീസ് ചെയ്യുന്നത്? 4K 8K ഒക്കെ വരുമ്പോഴത്തേക്കിന് അതിന് നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. എന്ത് മെറ്റീരിയൽസ് യൂസ് ചെയ്യും? ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യണം അല്ലേ? കാരണം എന്നാണല്ലേ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റത്തുള്ളൂ. LED ആണെങ്കിലും നമ്മളുടെ പ്രൈമറി കളേഴ്സ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് യൂസ് ചെയ്യണം. അത് അതിന്റെ കോമ്പിനേഷൻ എടുത്തിട്ടാണ് നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് ഫോം ചെയ്യുന്നത് അല്ലേ? പക്ഷെ അതിൽ തന്നെ നമ്മൾ റെസൊല്യൂഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? റെസൊല്യൂഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഷാർപ്പ് എമിഷൻ പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. ക്വാണ്ടം ഡോട്ട് അതേ തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ്. അതിന് ഷാർപ്പ് എമിഷൻ പ്രോപ്പർട്ടി ഉണ്ട്. ഫുൾ ബെഡ് അറ്റ് ഹാഫ് മാക്സിമം വളരെ വളരെ ചെറുതാണ്, ലെസ് ദാൻ 20 നാനോമീറ്റർ ആണ്. ഫുൾ ബെഡ് അറ്റ് ഹാഫ് മാക്സിമം എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എമിഷൻ സ്പെക്ട്രം എടുക്കുമ്പോൾ അതിന്റെ വിഡ്ത്ത് എടുക്കുന്നതാണ്. അപ്പൊ അത് വളരെ വളരെ ചെറുതാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ ഷാർപ്പ് എമിഷൻ ആണ്. അതേപോലെ ഇതിന്റെ ക്വാണ്ടം എഫിഷ്യൻസി വളരെ കൂടുതലാണ്. ക്വാണ്ടം എഫിഷ്യൻസി എന്ന് വെച്ചാൽ എത്രത്തോളം ഫോട്ടോൺസ് ഒരു മെറ്റീരിയൽ അബ്സോർബ് ചെയ്യുന്നു, അതിൽ നിന്ന് എത്രത്തോളം ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. ഈ ഫോട്ടോൺസിന്റെ നമ്പർ കൗണ്ട് ചെയ്യാനായിട്ടുള്ള മെഷീൻസ് ഉണ്ട് സ്പെക്ട്രോസ്കോപ്പിയിൽ. ഫോട്ടോൺ കൗണ്ടിങ് മെഷീൻസ് ഉണ്ട്. അത് ഡിവൈസസ് ആണ്, നമ്മളുടെ സെൻസർ ബേസ്ഡ് ഡിവൈസസ് ആണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് കൗണ്ട് ചെയ്തെടുക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ക്വാണ്ടം കൺഫൈൻമെന്റ് എഫക്റ്റ് സാധാരണഗതിയിലുള്ള ഫ്ലൂറസെന്റ് മെറ്റീരിയലിനേക്കാൾ കൂടുതൽ നമ്മളുടെ ക്വാണ്ടം ഡോട്ടിനുണ്ട്. അത് മാത്രമല്ല അതിന് ഷാർപ്പ് കൺഫൈൻമെന്റ് എഫക്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം ഉണ്ട്. അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്, ഫൈനൈറ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. അപ്പൊ ഇതൊന്നും നിങ്ങൾ പഠിക്കുന്നില്ല. ഇലക്ട്രോണിക്സുകാർക്ക് ഒരു പേപ്പർ ഉണ്ടായിരുന്നു, എന്താണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പർട്ടിക്കുലർ എനർജി സ്റ്റേറ്റ്സ് ആണ്. എത്രത്തോളം ഇലക്ട്രോൺസിന് ഒരു പർട്ടിക്കുലർ എനർജി സ്റ്റേറ്റിൽ ഇരിക്കാം. ഇതിനെയാണ് നമ്മുടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അത് ഓരോ മെറ്റീരിയൽ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും.
മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളുടെ പാർട്ടിക്കിളിന്റെ ബോക്സ് മോഡൽ ഉണ്ടല്ലോ, അതിന്റെ 3 ഡയമെൻഷണൽ ബോക്സ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതൊന്നും നമുക്ക് സിലബസിലില്ല. കഴിഞ്ഞ സെമ്മിലെ ഇലക്ട്രോണിക്സ് ആർക്ക് അതൊക്കെ എടുത്തായിരുന്നു, അവർക്ക് അവസാനത്തെ ടോപ്പിക് അതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അതൊന്നും പഠിക്കാനില്ല. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫണ്ടമെന്റൽ ഐഡിയ കിട്ടുക. ഞാൻ അതിന്റെയാണ് ഈ ക്വാണ്ടം ഡോട്ടിന്റെ കേസ് പറയുന്നത്. അപ്പൊ നേരത്തെ പ്രീവിയസ്, അതായത് നാനോ ടെക്നോളജി എമർജ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ LED ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഡിസ്പ്ലേ നമുക്കറിയാം അല്ലേ? കാഥോഡ് റേ ട്യൂബ് അങ്ങനെയുള്ള ഫ്ലൂറസെന്റ് ഡിസ്പ്ലേസ് ഒക്കെ ആയിരുന്നു. അതിനുശേഷമാണ് ഇത്രത്തോളം നാനോ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തതിനു ശേഷമാണ് ഈ ഡിസ്പ്ലേ ഏരിയയിൽ ഇത്രത്തോളം ഡെവലപ്മെന്റ് ഉണ്ടായത്. LED ഡിസ്പ്ലേ ഒക്കെ ഇല്ലേ? അപ്പൊ അത്രത്തോളം ഡെവലപ്മെന്റ് ഉണ്ടായത് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്തതിനു ശേഷമാണ്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെ വന്നപ്പോ എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഈ മെറ്റീരിയൽസിന് കൊണ്ടുവരുന്നത്? അത് ഈ മെറ്റീരിയൽസിനെ അതിന്റെ ആറ്റോമിക് ലെവലിൽ ട്യൂൺ ചെയ്തിട്ടാണ്. ട്യൂൺ ചെയ്യുന്ന വെച്ചാൽ അതനുസരിച്ചിട്ട് നമ്മൾ എഞ്ചിനീയർ ചെയ്തെടുക്കും. അപ്പൊ എഞ്ചിനീയർ ചെയ്തെടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതിന് ആദ്യമായിട്ട് അതിന്റെ ഫണ്ടമെന്റൽ ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസും അതിന്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയാണ് സയന്റിസ്റ്റുകൾ ഓരോ മെറ്റീരിയൽസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാക്കുന്നത്. മെറ്റീരിയൽസിനെ പല പല ഡിവൈസുകൾ മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ സയന്റിസ്റ്റിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അതായത് എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ ഇന്ന പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്, എവിടെ ഏതൊക്കെ ലെവലില് ചേഞ്ചസ് ഉണ്ടാക്കിയാൽ ആ മെറ്റീരിയലിൽ ഇന്ന പ്രോപ്പർട്ടീസ് കാണിക്കും. അപ്പൊ അതവര് തിയറട്ടിക്കലി അവർക്ക് സിമുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം എക്സ്പെരിമെന്റ് ചെയ്യുന്നു. വേറെ ഗ്രൂപ്പുകളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ട് ആണ് നമ്മൾ ഡിവൈസസ് മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പറഞ്ഞു അമീഷ്. അമീഷ് പറഞ്ഞു. അമീഷ് പി ജോർജ്. എന്താണ് കൈവക്കിയത്? ഓക്കെ, സോ അപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു എനർജി സൈസ് ഡയഗ്രമാണ്. നിങ്ങൾക്കറിയാം ബൾക്ക് മെറ്റീരിയലില് ഇപ്പൊ മെറ്റൽ ആണെങ്കിൽ നിങ്ങൾക്കറിയാം തമ്മിൽ എന്ത് ചെയ്താണ് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നാനോ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ എനർജി ലെവൽസ് തമ്മിൽ നല്ല ഗ്യാപ്പ് വരും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്. സിംഗിൾ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടിയും കൂടുതലായിരിക്കാം. ഓക്കെ, സോ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അപ്പൊ അടുത്ത കേസ് നമുക്ക് ഈ ക്വാണ്ടം കൺഫൈൻമെന്റിന്റെ കൂടുതൽ ഡീറ്റെയിലോട്ട് പോകാം. ഓക്കെ, സോ എന്താണ് ക്വാണ്ടം കൺഫൈൻമെന്റ് അല്ലെങ്കിൽ ക്വാണ്ടം സൈസ് എഫക്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മെറ്റീരിയലിന്റെ സൈസ് കുറയുന്നതിനനുസരിച്ചിട്ടാണ് ഈ നാനോ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി മാറുന്നതെന്ന് പറഞ്ഞത്. എങ്ങനെയാണ് മാറുന്നത് എന്നതിനുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആണെങ്കിലും ഇലക്ട്രോണിക് പ്രോപ്പർട്ടി ആണെങ്കിലും ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ആണെങ്കിലും മാറുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മെയിൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ when the dimension of the material approaches de Broglie wavelength of electron or energy levels of the material, so the energy levels of the material changes. അതായത് ഈ മെറ്റീരിയലിന്റെ സൈസ് ഈ മെറ്റീരിയലിനകത്ത് ആറ്റം ഉണ്ടല്ലോ, ഈ മെറ്റീരിയലിനകത്ത് ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ ഡി ബ്രോയി വേവ് ലെങ്തിന് കമ്പയറബിൾ ആയിട്ട് വരുമ്പോ ഈ ഇലക്ട്രോണിന്റെ എനർജി ലെവലില് ചേഞ്ച് ഉണ്ടാവും. അതോടെ ഞാൻ പറയാം, മെറ്റീരിയൽ നിർമ്മിച്ചേക്കുന്നത് ആറ്റം കൊണ്ടാണ്. ആറ്റങ്ങളിലെ ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മൾ ബോർ മോഡൽ പഠിച്ചില്ലേ, ന്യൂക്ലിയസിന് ചുറ്റും ഫിക്സഡ് ഓർബിറ്റിൽ ഇലക്ട്രോണുകൾ കറങ്ങുന്നു അല്ലെ? അങ്ങനെയുള്ള ഇലക്ട്രോണാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ? ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കൊണ്ടുവന്നത്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ തരുന്ന വേവ് ഫംഗ്ഷൻ കൃത്യമായിട്ടുള്ള ഒരു ഇലക്ട്രോണിന്റെ ബിഹേവിയർ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന വേവ് ഫംഗ്ഷൻ തരുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്തത്? നമ്മളുടെ മാക്സ് ബോണിന്റെ അപ്രോക്സിമേഷൻ കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തു അല്ലെ? നോർമലൈസേഷൻ കണ്ടീഷനും അഡ്മിസിബിലിറ്റി കണ്ടീഷനും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്താക്കി എടുത്തു? ഒരു വേവ് ഫംഗ്ഷനെ കൃത്യമായിട്ടുള്ളൊരു വേവ് ഫംഗ്ഷൻ ആക്കി എടുത്തില്ലേ?
സോ അതിനുശേഷം നമ്മൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൽ അത് അപ്ലൈ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൽ ഒരു ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് n സ്ക്വയർ പൈ സ്ക്വയർ h കട്ട് സ്ക്വയർ ബൈ 2 ml സ്ക്വയർ എന്നും അതിന്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2 ബൈ എൽ സൈൻ n ബൈ എക്സ് ബൈ എൽ എന്ന് ഡിറൈവ് ചെയ്യുകയും ചെയ്തു അല്ലേ? യെസ്. ഓക്കെ. സോ അതേപോലെ തന്നെയാണ് ഇവിടെ ആ കേസ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എപ്പോഴാണോ ഒരു മെറ്റീരിയലിനകത്ത് ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ ഡീബ്രോയി വേവ് ലെങ്തിന് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു സൈസിലേക്ക് ആ മെറ്റീരിയൽ മാറുന്നത്, അപ്പോൾ എന്ത് പറ്റും? ഈ ആറ്റത്തിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, ശരിയല്ലേ? കൺഫൈൻഡ് ആവും. നമ്മളുടെ റൂമിൽ നമ്മൾ സൈസ് കുറച്ച് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? വാതിലും ഇല്ലെന്ന് വെച്ചു, നമ്മൾ ട്രാപ്പ് ആവത്തില്ലേ? നമ്മൾ ട്രാപ്പ് ആകുമ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ? എന്താണ് നന്നായിട്ട് നമുക്ക് ബ്രീത്ത് പോലും എടുക്കാൻ പറ്റില്ല, ശരിയല്ലേ? എന്ന് പറയുന്ന കണക്കാണ് ഈ ഇലക്ട്രോണിന് സ്വതന്ത്ര വിഹാരം നടത്താൻ പറ്റില്ല. ഓക്കെ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും എനർജി ലെവൽ ചേഞ്ച് പറ്റും. നമ്മൾ ഇങ്ങനെ നമ്മളെ കൺഫൈൻ ചെയ്ത് നമ്മുടെ റൂം ചെറുതാക്കി കൊണ്ടുവന്നാൽ എന്ത് പറ്റും? നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നതിനൊക്കെ അടിക്കുകയും പിടിക്കുകയും മാന്തിയൊക്കെ ചെയ്തില്ലേ? എന്ന് പറയുന്നത് നമ്മളുടെ ബിഹേവിയർ ഫുൾ അങ്ങ് മാറും അല്ലെ? നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന മൃഗങ്ങളൊക്കെ ഉണരും എന്ന് പറയുന്നത്. അതേപോലെ ഈ ഇലക്ട്രോണിന്റെ ബിഹേവിയർ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി മാറും. എന്ന് വെച്ചാൽ അത് ബിഹേവിയർ മാറുന്നത് അത് എനർജി ചേഞ്ച് മൂലമാണ് ഇലക്ട്രോൺസ് കാണിക്കുന്നത്. ഓക്കെ. സോ അപ്പൊ അങ്ങനെയുള്ളൊരു സ്റ്റേറ്റിലായിരിക്കും ഈ നാനോ പാർട്ടിക്കിൾസിന് അകത്തുള്ള ഇലക്ട്രോണിന്റെ ബിഹേവിയർ മാറുന്നത്. എപ്പോഴാണ്? when the size of the nanoparticles reduces to comparable to the size of the de Broglie wavelength of electrons in that material. ആ മെറ്റീരിയലിലെ ആറ്റത്തിനകത്തെ ഇലക്ട്രോണിന്റെ de Broglie വേവ് കമ്പയറബിൾ ആയിട്ടുള്ള സൈസിലേക്ക് മെറ്റീരിയലിന്റെ സൈസ് മാറുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ മെറ്റീരിയലിനകത്തുള്ള ഇലക്ട്രോണിന്റെ എനർജിയിൽ വളരെ വലിയ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. ആ വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു ഫ്രീ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺ എന്നൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം എന്താണ് പൊട്ടൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആണ് പറയാം. പൊട്ടൻഷ്യൽ സീറോ ഉള്ള ഒരു ഫീൽഡിലാണ് അത് ഇരിക്കുന്നത് പറയാം അല്ലെ? സോ അവിടെ അതിന്റെ മൊത്തം എനർജി എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി സീറോ ആണെങ്കിൽ മൊത്തം എനർജി കൈനറ്റിക് എനർജി ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമുക്ക് ടോട്ടൽ എനർജി E ഈക്വൽ ടു തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നില്ലേ? ഫോർ എ ഫ്രീ പാർട്ടിക്കിൾ ടോട്ടൽ എനർജി മൊത്തം എന്തായിരിക്കും? ഫ്രീ പാർട്ടിക്കിളിന് കൈനറ്റിക് എനർജി ആയിരിക്കും. ഓക്കെ. So that is p square by 2m. Kinetic energy half mv square അല്ലേ? അതിന് നമുക്ക് p square by 2m എന്ന് എഴുതാമല്ലോ. യെസ്. p എന്ന് പറയുന്നത് h cut k അല്ലേ? സോ p സ്ക്വയറിനെ നമുക്ക് എന്ത് എഴുതാം? h cut k the whole square എന്ന് എഴുതാം by 2m. അപ്പം ഒരു ഫ്രീ പാർട്ടിക്കിളിന് അല്ലെങ്കിൽ ഒരു ഫ്രീ ഇലക്ട്രോണിന്റെ എനർജി ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? p square by 2m അല്ലെങ്കിൽ h cut k the whole square by 2m അല്ലെങ്കിൽ h cut square k square by 2m. ഓക്കെ. സോ അതിന്റെ വേവ് ഫംഗ്ഷൻ എന്താണ്? നമ്മള് ഷ്രോഡിഞ്ചർ ഇക്വേഷനകത്ത് ഫസ്റ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ പഠിച്ചില്ലേ അല്ലെ? അവിടെ നമ്മൾ എന്താണ് എടുത്തത്? ടൈം ഡിപ്പെൻഡന്റ് പൊട്ടൻഷ്യലിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിനെ എഴുതിയ ഇക്വേഷൻ ആണ് ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അതിന്റെ സൊല്യൂഷൻ എന്തായിരുന്നു? psi of xt is equal to a e raised to അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ i kx മൈനസ് ഒമേഗ ടി ആയിരുന്നു. സോ അവിടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പൊസിഷൻ അനുസരിച്ച് ടൈമിനനുസരിച്ച് മാറുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു അല്ലേ? ശരിയല്ലേ? ഇവിടെ പൊട്ടൻഷ്യൽ സീറോ ആണ് അല്ലെ? പൊട്ടൻഷ്യൽ സീറോ ആണ്, പാർട്ടിക്കിൾ ഫ്രീ ആണ് അല്ലെ? അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും? നമ്മൾ ആ ടൈം മാറ്റിയല്ലോ. അങ്ങനെയാണല്ലോ ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഡെറൈവ് ചെയ്തത്. അതിന്റെ സൊല്യൂഷൻ എന്തായിട്ട് വരും? അവിടെ ടൈം ഡിപ്പെൻഡൻസി ഇല്ല. സോ ഒരു ഫ്രീ ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ ഫ്രീ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? എക്സ് ടൈം മാത്രമേ ഉള്ളൂ. psi of x is equal to എക്സ്പോണൻഷ്യൽ i kx x. ഓക്കെ. i kx എന്ന് വെച്ചാൽ എക്സ് ഡയറക്ഷനിലുള്ള വേവ് വെക്ടർ ആണ് k. അതുകൊണ്ടാണ് i kx x എന്ന് എഴുതിയത് കേട്ടോ. psi of x is equal to. അപ്പൊ ഇതിനകത്ത് നിന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒരു ഫ്രീ ഇലക്ട്രോൺ എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടൻഷ്യൽ സീറോ പൊട്ടൻഷ്യൽ ഫീൽഡിൽ മൂവ് ചെയ്യുന്ന ഒരു ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ എനർജി എന്ന് പറയുന്നത് p square by 2m ആണ്.
ഓക്കെ, ദാറ്റ് ഈസ് h cut k the whole square by 2m. വേവ് ഫംഗ്ഷൻ എന്താണ്? psi of x is equal to exponential ikx. x ഡയറക്ഷൻ ആണെങ്കിൽ ikx x. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, യെസ്. അപ്പൊ ഫ്രീ ഇലക്ട്രോൺ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ മെറ്റൽസിലാണ്. മെറ്റൽസിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്കറിയാം. വാലൻസ് ബാൻഡിലെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്നൊക്കെ പറയുന്നത്. ന്യൂക്ലിയസുമായിട്ട് വളരെ ദൂരത്തിലിരിക്കുന്ന ഇലക്ട്രോണിന് ന്യൂക്ലിയസിന്റെ പൊട്ടൻഷ്യൽ അഫക്ട് ചെയ്യില്ല. സോ അത്തരത്തിലുള്ള ഇലക്ട്രോൺസിനെയാണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്, അല്ലേ? യെസ്. എന്ന് വെച്ചാൽ അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, ഏത് ഡയറക്ഷനിലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബൾക്ക് മെറ്റീരിയലിന്റെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉള്ള ഒരു ബൾക്ക് മെറ്റീരിയലിന്റെ സൈസ് കുറയ്ക്കുമ്പോൾ, അതായത് സൈസ് അതിന്റെ ഡീബ്രോയി വേവ് ലെങ്തിന്, ആ മെറ്റീരിയലിലെ ഇലക്ട്രോണിന്റെ ഡീബ്രോയി വേവ് ലെങ്തിന് കമ്പയറബിൾ ആയിട്ടുള്ള സൈസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഇലക്ട്രോണിന് എന്ത് വ്യത്യാസം സംഭവിക്കും? അപ്പൊ നമ്മളുടെ ഒരു ക്ലാസ് റൂം എടുത്താൽ ക്ലാസ് റൂമിന് എന്തൊക്കെയുണ്ട്? ഹൈറ്റ് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ലെങ്ത് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ഓരോ സൈഡ് എന്ത് ചെയ്യാൻ പോവാണ്? നാനോമീറ്റർ ലെവലിലോട്ട് കൊണ്ടുവരാൻ പോവാണ്. ഇങ്ങനെ ഒരു ബോക്സ് എടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ ബൾക്ക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഒരു വലിയ ക്യൂബിക്കൽ സൈസ് ഉള്ള ഒരു മെറ്റീരിയൽ. ഇപ്പൊ സിലിക്കൺ ആണെങ്കിൽ സിലിക്കൺ, അല്ലെങ്കിൽ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ്. അങ്ങനെ ഒരു ബൾക്ക് മെറ്റീരിയൽ ഇവിടെ എടുത്ത് വെച്ചാണ് ഒരു ക്യൂബിക്കൽ സ്ട്രക്ചറിലുള്ള നമ്മുടെ ക്ലാസിന്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ലെവലിൽ വെച്ചിട്ട് നാനോ ലെവലിൽ കട്ട് ചെയ്യണം. ഓക്കെ, സോ അതാണ് അടുത്ത സ്ലൈഡിൽ പറയുന്നത്. ഞാൻ ഇങ്ങോട്ട് വരാം, അടുത്ത സ്ലൈഡിൽ തന്നെ. അപ്പോ ഫസ്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടം വെല്ലാണ്, ക്വാണ്ടം വെൽ അല്ലെങ്കിൽ തിൻ ഫിലിം എന്നൊക്കെ പറയും ഫസ്റ്റ്. അപ്പൊ അവിടെ എന്താന്ന് വെച്ചാല് രണ്ട് ഡയറക്ഷനിലെ ഇലക്ട്രോണിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ് ഡയറക്ഷൻ എടുക്കണം. ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ക്ലാസിന്റെ മൂലയ്ക്ക് നമ്മൾ എടുക്കില്ലേ എക്സ് വൈ ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, അതില് എക്സിലും വൈയിലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം, ഇസഡിലും മൂവ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന റൂം ഉണ്ടല്ലോ, നിങ്ങൾ ഇരിക്കുന്ന റൂമിനെ റൂമിന്റെ റൂഫിനെ നമ്മൾ ഇനി താഴോട്ട് കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ റൂമിന്റെ ഹൈറ്റ് കുറയ്ക്കുകയാണ്, നാനോമീറ്റർ ലെവലിൽ കൊണ്ടുവരാന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഹൈറ്റിനെ കാട്ടിയും താഴ്ന്നു കൊണ്ടുവരാണ്, ഒരു 10-20 സെന്റിമീറ്റർ ഹൈറ്റിലാക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ കിടക്കും, ശരിയല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫ്ലോറിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എഴയാനല്ല പറ്റത്തുള്ളൂ. ഇനി ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സോ ഇതേപോലെ തന്നെയാണ് ഇലക്ട്രോണിന് ആ ഇസഡ് ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് ഇമ്പോസിബിൾ ആവും. സോ ദാറ്റ് മീൻസ് എന്താണ്? ഇസഡ് ഡയറക്ഷനിൽ ഇലക്ട്രോണിന്റെ മോഷൻ എന്ത് ചെയ്യും? കൺഫൈൻ ചെയ്യും. ഇലക്ട്രോണിന് ഫ്രീ ഇലക്ട്രോണിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ഇരിക്കുന്ന റൂമിന്റെ റൂഫ് താഴോട്ട് കൊണ്ടുവരാണ്. താഴോട്ട് കൊണ്ടുവരാൻ ഒരു ഫ്യൂ സെന്റിമീറ്റർ, ഒരു 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ വെക്കാണ്. നിങ്ങളുടെ കനമുണ്ടല്ലോ, നിങ്ങളുടെ വണ്ണം അതനുസരിച്ചിട്ട് വെക്കാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇരിക്കാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ കിടക്കും, ശരിയല്ലേ? ഭൂകമ്പമൊക്കെ ഉണ്ടാകുമ്പം റൂഫൊക്കെ ഇടിഞ്ഞു വീഴത്തില്ലേ? ആ കാര്യം ആലോചിച്ചത്. അപ്പൊ നിങ്ങളുടെ റൂഫ് താഴ്ന്നു വരികയാണ്. അപ്പൊ നിങ്ങൾ അവിടെ കിടക്കുകയാണ്, നിങ്ങളുടെ ഫ്ലോറിൽ കിടക്കുകയാണ് റൂമിന്റെ. അപ്പൊ നിങ്ങൾക്ക് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്? എക്സ് വൈ ഡയറക്ഷനിൽ ഫ്ലോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. മേലോട്ട് എണ്ണിക്കാൻ പറ്റുമോ? മേലോട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഇതേപോലെ തന്നെയാണ് ഇലക്ട്രോണിന് സൈസ് ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ മാത്രം കൺഫൈൻ ചെയ്യുക. ഒരു ഡയറക്ഷനിൽ മാത്രം അതിന്റെ സൈസ്, മെറ്റീരിയലിന്റെ സൈസ് നാനോ ലെവലിലോട്ട് കൊണ്ടുവന്നാൽ ആ ഇലക്ട്രോണിന് ആ ഡയറക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് ആക്ച്വലി നമുക്കതിനെ നമ്മുടെ പാർട്ടിക്കിളിനെ ബോക്സുമായിട്ട് കമ്പയർ ചെയ്യാം. പാർട്ടിക്കിളിനെ ബോക്സിൽ എങ്ങനെയായിരുന്നു? ഒരു ഫ്രീ പാർട്ടിക്കിളിനെ നമ്മൾ ഇൻഫിനിറ്റ് ഹൈറ്റ് ഉള്ള, പൊട്ടൻഷ്യൽ ഹൈറ്റ് ഉള്ള, അല്ലെ, പൊട്ടൻഷ്യൽ ഉള്ള രണ്ട് വാളിനിടയ്ക്ക് ട്രാപ്പ് ചെയ്തേക്കാണ്. സോ ഈ പാർട്ടിക്കിളിന്റെ ബിഹേവിയർ എന്താണ്? അതിന് ഈ വാളിനെ കടന്നു പോകാൻ പറ്റില്ല, ഫ്രീ ആയിട്ട് പോകാൻ പറ്റില്ല. സോ ട്രാപ്ഡ് സ്റ്റേറ്റ് ആണ്. ട്രാപ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ ആരും ഫ്രീ അല്ല, ഇല്ലേ? പൊട്ടൻഷ്യൽ കൊണ്ട് ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനെ വരുമ്പോൾ അതേ ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ ഇവിടെയും വരുന്നത്. അതായത് ഇസഡ് ഡയറക്ഷനിൽ ഇതിന്റെ മുന്നിൽ ഒരു വലിയ പൊട്ടൻഷ്യൽ വാൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇസഡ് ഡയറക്ഷനിൽ അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. എക്സ് ഡയറക്ഷനിൽ വൈ ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യും. ഓക്കെ,
അപ്പൊ ഇസഡ് ഡയറക്ഷനിൽ വരുമ്പോൾ ഇസഡ് ഡയറക്ഷനിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പാർട്ടിക്കിളിന്റെ ബോക്സിന്റെ കൺസെപ്റ്റ് എടുക്കാം. പാർട്ടിക്കിളിന്റെ ബോക്സിൽ നമുക്കറിയാം, നമ്മുടെ ഇക്വേഷൻ അറിയാം. ടോട്ടൽ എനർജി ഇക്വേഷൻ ഏതാണ്? n² π² h²/2 2ml² ആണ്. ശരിയല്ലേ? അതേപോലെ വേവ് ഫംഗ്ഷൻ എന്താണ്? sin of x = 2/L sin n/x/L. പക്ഷെ എക്സും വൈ ഡയറക്ഷനിൽ, ഇത് ഇസഡ് ഡയറക്ഷനിലാണ്. എക്സും വൈ ഡയറക്ഷനിലോ അത് ഫ്രീ ആണ്. എന്താണ് ഇക്വേഷൻ? p²/2 കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ഇത് നമ്മൾ എങ്ങനെയാണ് എടുത്തത്? ഇത് നമ്മൾ അങ്ങനെയാണ് പാർട്ടിക്കിളിന്റെ ബോക്സിൽ നമ്മൾ അങ്ങനെയാണ് എടുത്തത്. പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്നുള്ള കേസിലാണ് എടുത്തത്. ശരിയല്ലേ? യെസ്. ഓക്കെ. സോ അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഇപ്പൊ നമ്മള് ഫിലിം പറഞ്ഞു. അടുത്തത് ക്വാണ്ടം വയർ ഉണ്ട്. ക്വാണ്ടം വയർ എന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ ഇപ്പൊ ഇസഡ് ഡയറക്ഷനിൽ മാത്രമാണ് കൺഫൈൻമെന്റ് കൊണ്ടുവന്നത്. നിങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ റൂഫ് മാത്രം താഴോട്ട് കൊണ്ടുവന്നു. നിങ്ങൾ ഇരിക്കുന്ന റൂം എന്ന് വെച്ചാൽ ഞാൻ അതൊരു മെറ്റൽ, ഒരു ക്യൂബിക്കൽ സൈസ് ഉള്ള ഒരു മെറ്റൽ ആണെന്ന്, അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടർ ആണെന്ന് കൺസിഡർ ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. യെസ്. അപ്പൊ നിങ്ങളൊരു ഇലക്ട്രോണും ആണ് എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് ഇപ്പൊ മുകളിൽ നിന്നുള്ള റൂഫ് മാത്രം താഴോട്ട് വന്നു. ഇനി സൈഡിലുള്ള ഒരു വാള് നേരെ ഇതേപോലെ കൊണ്ടുവരാണ്, ഒരു 10-15 സെന്റിമീറ്റർ. എന്ത് പറ്റും നിങ്ങൾക്ക് സൈഡിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോ നിങ്ങൾക്ക് ഒറ്റ ഡയറക്ഷനിലേ മൂവ് ചെയ്യാൻ പറ്റും, നേരെ അല്ലേ? മേളിൽ നിന്ന് താഴോട്ട് വന്നു. അപ്പൊ നിങ്ങൾ ഒരു ചെറിയൊരു ട്യൂബിനകത്ത് കയറിയിരിക്കുന്നതിനൊക്കെ ഉണ്ട്. ആ ഒരു റെക്ടാങ്കുലർ ട്യൂബ്. മേലോട്ടും പോകാൻ പറ്റത്തില്ല, സൈഡിലോട്ടും പോകാൻ പറ്റില്ല. ആ ട്യൂബിനകത്തൂടെ അകത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും അല്ലെ? ഇതേപോലെ തന്നെയാണ് ഇലക്ട്രോൺ. രണ്ട് സൈഡിലും കൺഫൈൻമെന്റ് ചെയ്തപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി രണ്ട് ഡയറക്ഷനിൽ എന്താവും? പാർട്ടിക്കിളിനെ ബോക്സിലെ സ്റ്റേറ്റ് ആവും. ഓക്കെ, ട്രാപ്ഡ് ആവും. അപ്പൊ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പാർട്ടിക്കിളിന്റെ ബോക്സിന്റെ എനർജി ഇക്വേഷൻ E = n² π² h² / 2ml². അപ്പൊ അടുത്ത വരുന്നത് ക്വാണ്ടം ഡോട്ട് ആണ്. ക്വാണ്ടം ഡോട്ടിനെ നമ്മൾ പറയുന്നത് 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ എന്ന് പറയും. കാരണം അവിടുത്തെ ഇലക്ട്രോണിന് ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. 0 ഡയമെൻഷണൽ ഇലക്ട്രോൺ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ ക്വാണ്ടം ഡോട്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന റൂമിലെ എല്ലാ സൈഡും, എല്ലാ വാളും കൺഫൈൻ ചെയ്തിട്ട് ഒരു 20 സെന്റിമീറ്ററിൽ കൊണ്ടുവരാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇത്ര പേർക്ക് അതിനകത്ത് ഇരിക്കാൻ പറ്റും? ആലോചിച്ച് നോക്കും. അപ്പൊ അങ്ങനെയുള്ള വരുമ്പോഴത്തേക്കിന് ഫണ്ടമെന്റലി ഇലക്ട്രോണിന്റെ പ്രോപ്പർട്ടി ഫാസ്റ്റ് ആയിട്ട് ഡിഫറെന്റ് ഉള്ള ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അതിന്റെ എനർജി ലെവൽസിലുള്ള ചേഞ്ച് ഉണ്ടാവും. എല്ലാ ഡയറക്ഷനിലും എന്ത് വരുവാണ്? കൺഫൈൻമെന്റ് വരുവാണ്. ഓക്കെ, സോ അതിനകത്തുള്ള ക്വാണ്ടം ഡോട്ടിലുള്ള ഇലക്ട്രോണിന് ഒരു ഡയറക്ഷനിലോട്ട് പോലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ എനർജി ലെവലില് അതേപോലെ വേവ് ഫംഗ്ഷനില് ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നമുക്ക് എഴുതേണ്ടത് ഈ ടോപ്പിക്കിൽ. ഇപ്പൊ പാർട്ടിക്കിളിന്റെ ബോക്സിന്റെ എനർജി ലെവൽ ഇക്വേഷൻ നമുക്കറിയാം. E = n² π² h² / 2ml². വേവ് ഫംഗ്ഷൻ അറിയാം, √2/L sin n/x/L അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കേസ് എടുത്ത് വെച്ച് നോക്കാം. ഫസ്റ്റ് ക്വാണ്ടം വെൽ ആണ്. ക്വാണ്ടം വെൽ. ഓക്കെ, ക്വാണ്ടം വെൽ എന്ന് പറയുന്നത് നമ്മുടെ നാനോ ഷീറ്റ് എന്ന് വെച്ചാൽ നമ്മള് പറഞ്ഞല്ലോ, ഒറ്റ ഇസഡ് ഡയറക്ഷനിലുള്ളത് മാത്രം നമ്മൾ കൺഫൈൻ ചെയ്ത് നാനോ മെറ്റീരിയൽ ലെവലിലോട്ട് കൊണ്ടുവരുന്നു. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും എന്ത് ചെയ്യാം? മെറ്റീരിയലിലെ ഇലക്ട്രോണിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഷ്രോഡിഞ്ചർ 1 ഡയമെൻഷണൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. -h² / 2m d² ψ / dx² + v of x × ψ = E ψ. നമ്മുടെ വേവ് ഫംഗ്ഷൻ നമുക്കറിയാം എന്താണ്? sin of x = √2/L. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇലക്ട്രോൺ ഫ്രീ ആണ്. മെറ്റീരിയലിലെ ഇലക്ട്രോൺ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ ആണ് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, എക്സ്പോണൻഷ്യൽ ikx x എക്സ്പോണൻഷ്യൽ iky y. അത് എക്സ് ഡയറക്ഷനിലെയും വൈ ഡയറക്ഷനിലെയും ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ ആണ്. കാരണം ആ ഇലക്ട്രോൺ ഫ്രീ ആണ്. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷൻ, ഒരു നാനോ ഷീറ്റില് ഇസഡ് ഡയറക്ഷനിൽ മാത്രമാണ് കൺഫൈൻമെന്റ്. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇലക്ട്രോണിനും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. കൺഫൈൻമെന്റ് എന്ന് വെച്ചാൽ എന്താണ്?
ഇസഡ് ഡയറക്ഷന്റെ സൈസ് reduces to the order of the de Broglie wavelength of electron in that material. അപ്പൊ മെറ്റീരിയലിന്റെ സൈസ് ആ മെറ്റീരിയലിനകത്ത് ആറ്റത്തിനകത്ത് ഇലക്ട്രോണിന്റെ ഡി ബ്രോയി വേവ് ലെങ്തിന് കമ്പയറബിൾ ആയിട്ടുള്ള സൈസിലോട്ട് വരുമ്പോ ആ ഭാഗത്ത് മാത്രം എന്ത് ചെയ്യും, ഇലക്ട്രോൺ കൺഫൈൻഡ് ആവും. ഇലക്ട്രോണിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. സോ ഇസഡ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? പാർട്ടിക്കിൾ ഇൻ എ ബോക്സിന്റെ കേസ് അപ്ലൈ ചെയ്യും. സോ ഇറ്റ് ഈസ് ലൈക്ക് എ പാർട്ടിക്കിൾ ഈസ് ട്രാപ്ഡ് ഇൻസൈഡ് എ പൊട്ടൻഷ്യൽ, ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ. ഓക്കെ, സോ അപ്പോ നമുക്ക് ഇക്വേഷൻ എന്ത് എഴുതാൻ പറ്റും? ഇസഡ് ഡയറക്ഷന് മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ പാർട്ടിക്കിളിന്റെ ബോക്സിന്റെ വേവ് ഫംഗ്ഷൻ എഴുതുക. എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 2/L sin n pi x by L അല്ലേ? സോ ഇസഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് 2/L(z) sin n(z) pi z by L. എക്സിലും വൈയിലും പാർട്ടിക്കിൾ ഫ്രീ ആണ്. സോ ഫ്രീ ഇലക്ട്രോണിന്റെ, അല്ലെങ്കിൽ പാർട്ടിക്കിൾ അല്ല, ഇലക്ട്രോൺ ഫ്രീ ആണ്. സോ ഫ്രീ ഇലക്ട്രോണിന്റെ ഇക്വേഷൻ കൊടുക്കുക, എക്സ്പോണൻഷ്യൽ ikxx ഇൻറ്റു എക്സ്പോണൻഷ്യൽ ikyy. ഓക്കെ, അതേപോലെ തന്നെയാണ് എനർജി ഇക്വേഷൻ. E is equal to n(z², π², h². നമ്മളുടെ n² π² h² by 2ml² അല്ലേ? z ഡയറക്ഷനിൽ മാത്രമാണ് കൺഫൈൻമെന്റ്. സോ n(z², π², h² by 2ml z². എക്സിലും വൈയിലും എന്താണ്? ഫ്രീ ആണ് പാർട്ടിക്കിൾ. സോ അതിന്റെ ടോട്ടൽ എനർജി എന്താണ്? കൈനറ്റിക് എനർജി p² by 2m ആണ്. p എന്താണ്? h(k) അല്ലേ? സോ h², kx² by 2m. എക്സ് ഡയറക്ഷനിൽ, വൈ ഡയറക്ഷനിൽ h², ky² by 2m. ഓക്കെ, സോ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേ. ഇതേപോലെ തന്നെയാണ് അടുത്ത രണ്ട് കേസ് എഴുതുന്നത്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്ലൈഡ് നോക്കാം. ക്വാണ്ടം വയർ വരുമ്പോഴത്തേക്കിന് ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് രണ്ട് ഡയറക്ഷനിൽ കൺഫൈൻഡ് ആണ്. ഇസഡ് ഡയറക്ഷനിൽ മാത്രമല്ല, വൈ ഡയറക്ഷനിലൂടെ കൺഫൈൻഡ് ആണ്. അപ്പൊ നിങ്ങൾ റൂമിൽ ഇരിക്കുന്നു, മുകളിലുള്ള റൂഫ് താഴോട്ട് വരുന്നു, സൈഡിലുള്ള ഒരു വാളും കൂടെ 20 മീറ്റർ ലെവലിലോട്ട് വരുന്നു. നിങ്ങൾ ഒറ്റ ഡയറക്ഷനിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ എഴയാനേ പറ്റത്തുള്ളൂ ഒരു ഡയറക്ഷനിലോട്ട്. യെസ് എന്ന് പറയുന്നതൊക്കെ ഞാൻ എന്തിനാണ് അങ്ങനെ പറയുന്നത് വെച്ചാല് നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ്. ഇലക്ട്രോണിന്റെ പ്രോപ്പർട്ടി ഇതേപോലെ മാറും. ഓക്കെ, സോ ദ വേവ് ഫംഗ്ഷൻ എന്തായിട്ട് മാറും? രണ്ട് ഡയറക്ഷനിലും, ഇസഡ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും വേവ് ഫംഗ്ഷൻ എന്തായിട്ട് മാറും? സ്ക്വയർ റൂട്ട് ഓഫ് 2/L(z), നമ്മുടെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സിന്റെ വേവ് ഫംഗ്ഷൻ. സ്ക്വയർ റൂട്ട് ഓഫ് 2/L(z) sin n(z) pi z by L(z), സ്ക്വയർ റൂട്ട് ഓഫ് 2/Ly sin n by pi y by Ly. എക്സ് ഡയറക്ഷനിലോ എക്സ്പോണൻഷ്യൽ ikx x. ഓക്കെ, സോ അതേപോലെ നമ്മളുടെ എനർജി ഇക്വേഷനോ ഇസഡ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും എന്തായിട്ട് മാറും? പാർട്ടിക്കിളിന്റെ ബോക്സിലെ എനർജി ഇക്വേഷൻ എന്താണ്? n² π² h² by 2ml² അല്ലേ? അവിടെ n² π²ഉം h² 2m ഒക്കെ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ n-ഉം l-ഉം, n എന്ന് പറയുന്ന കോണ്ടന്റ് നമ്പർ ആണ്. അപ്പൊ അത് ഓരോ ഡയറക്ഷനിലും ഓരോ കോണ്ടന്റ് നമ്പറാണ്. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇസഡ് ഡയറക്ഷനിലും ഓരോ കോണ്ടന്റ് നമ്പർ ആണ്. എല്ലിന്റെ വാല്യൂം അതേപോലെയാണ്. എല്ലിന്റെ വാല്യൂ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇസഡ് ഡയറക്ഷനിലും വേരി ചെയ്തിരിക്കാം. ഓക്കെ, അത് വേരിയബിൾ ആയിട്ടുള്ളത് എന്നിന്റെ വാല്യൂം എല്ലിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. സോ അപ്പോ എങ്ങനെ എഴുതാം നമുക്ക്? n² π² h² by n(z²) by 2ml z² പ്ലസ് n² π² ny² അല്ലെ? ny² π² h² by 2ml y² എന്ന് എഴുതാം. അപ്പൊ അതിൽ നിന്ന് π² h² കോമൺ ഫാക്ട് ബൈ 2m കോമൺ ഫാക്ട് എടുത്തിട്ടാണ് ഇപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത്. ഇതാണ് π² h² by 2m n(z²) by Lz² പ്ലസ് ny² by Ly². ഇനി എക്സ് ഡയറക്ഷനിൽ എന്താണ്? ഇത് ഫ്രീ ആണ്. രണ്ട് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ കൺഫൈൻമെന്റ്, അല്ലെങ്കിൽ രണ്ട് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ സൈസ് എന്തായിട്ട് മാറിയത്? റെഡ്യൂസ് ചെയ്ത് നാനോമീറ്റർ സ്കെയിലിൽ വന്നത്. എക്സ് ഡയറക്ഷനിൽ പഴയതുപോലെ തന്നെയാണ്, വർക്ക് മെറ്റീരിയൽ പോലെ തന്നെയാണ്. സോ അവിടെ എന്താണ്? അവിടെ കൈനറ്റിക് എനർജി മാത്രമാണ്. സോ
എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി മാത്രമാണ്. P²/2m. P എന്ന് പറയുന്നത് എന്താണ്? h കട്ട് k ആണ്. എക്സ് ഡയറക്ഷനിൽ ആയതുകൊണ്ട് h കട്ട് k x എന്ന് എഴുതും. സോ h കട്ട് k x the whole square by 2m. സോ h കട്ട് സ്ക്വയർ k² by 2m. സോ ഇതാണ് ക്വാണ്ടം വയറിൽ. സോ ഇതേപോലെ തന്നെ നമുക്ക് 3 ഡയറക്ഷനിലും ഇതേപോലെ കൺഫൈൻമെന്റ് ആയാൽ എന്തായി? ക്വാണ്ടം ഡോട്ട് ആയി. സോ സൈൻ ഓഫ് XYZ is equal to വേവ് ഫംഗ്ഷൻ എന്തായിട്ട് മാറും? എല്ലാ സ്ഥലത്തും പാർട്ടിക്കിളിന്റെ ബോക്സിലെ വേവ് ഫംഗ്ഷൻ എക്സ് ഡയറക്ഷനിൽ, വൈ ഡയറക്ഷനിൽ, ഇസഡ് ഡയറക്ഷൻ. സ്ക്വയർ റൂട്ട് ഓഫ് 2/LZ സൈൻ NZ πZ by LZ ആൻഡ് വൈ ഡയറക്ഷനിൽ സ്ക്വയർ റൂട്ട് ഓഫ് 2LY സൈൻ NY πY by LY. അതേപോലെ ഇസഡ് ഡയറക്ഷൻ എക്സ് ഡയറക്ഷനിൽ സ്ക്വയർ റൂട്ട് ഓഫ് 2/LX സൈൻ NX πX by LX. ഇതേപോലെ തന്നെയാണ് എനർജി വാല്യൂ. എനർജി വാല്യൂ എന്താണ്? നമ്മുടെ n² π² h കട്ട് സ്ക്വയർ ബൈ 2ml² ആണ്. അവിടെ എന്നിനും എല്ലിനും എക്സ് വൈ സെഡ് വാല്യൂ കൊടുക്കുക. അപ്പൊ ഇക്വേഷൻ എന്താ? π² h കട്ട് സ്ക്വയർ ബൈ 2m. എല്ലായിടത്തും കൺഫൈൻമെന്റ് ആണ്. സോ NZ² by LZ² പ്ലസ് NY² by LY² NX² by LX². ഇതാണ് വേവ് ഫംഗ്ഷൻ. അപ്പൊ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. വളരെ ഈസി ആയിട്ട് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ അതിനകത്ത്? എനി ക്വസ്റ്റ്യൻസ്? No, sir. ഓക്കെ, സോ അറ്റൻഡൻസ് എടുക്കാം. നമ്പർ 1 Sir, 1%. 100, 2%. 3 Present. 4 അഭിഷേക് DS. ഇന്നത് ഉണ്ടല്ലോ, ആളില്ലേ ഇവിടെ? അഭിഷേക് ഉണ്ട്. മൈക്കിന്റെ പെർമിഷൻ. അടുത്തത് 5 5%. 6 6%. 7 7%. 8 അജൻ ഇല്ല അതിനകത്ത്. 8 ആബ്സെന്റ്. 9 9%, sir. 10 ഉണ്ടോ? അൽ അമീൻ ഇല്ല. സാർ ഇവിടെ ഉണ്ട്, നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞു കുറച്ച് നേരം മുമ്പ്. 11 ആൽബിൻ ജോൺ. Present, sir. 12 അലൻ ഷാ. ഇല്ല. അലൻ ഷാ ആബ്സെന്റ്. 13 Present, sir. 14 അമീൻ. 14 ആരാണ്? അമീൻ. ഓക്കെ. 15 അമീൻ മുഹമ്മദ്. 16 അമീഷ് ഉണ്ടോ? ഇല്ല. 17 അനന്തു. ഇല്ല. 18 Present, sir. 19 Present, sir. 20 Present, sir. 21 Arshad absent. 22 22%. 23 23%. 24 25 25 Adul absent. 26 27 27%. 28 29 Present, sir. 30 30%, sir.
31. Godson. Absent. 32. Gautam. 33. Present, sir. 34. Haridev. Present, sir. 35. Rishikesh. Present, sir. 36. Jiminath. Present, sir. Present. 37. Maharoof. Present, sir. 38. Manasa. Present. 39. Mansin. Present, sir. 40. Muhammad Hussain. Present, sir. 41. Muhammad Nihal. Present, sir. 42. Suhail. 42. Suhail. ഇല്ല, absent. 43. Jabir. 43. Jabir absent. 44. Present, sir. Rayhan. Yes, sir. Present. Okay. 45. Shanis. Present, sir. 46. Nathan. 46. Nathan. ഇയാൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ പോയ. നീതിനുണ്ടായിരുന്നു, നെറ്റ് ഇഷ്യൂ ആയിരിക്കും. And 48. Naveen. 47, sir. 47. Navneet. Present, sir. 48. Naveen. Naveen ഉണ്ടോ? Present, sir. Okay. On. Okay. 49. Navya. Present, sir. 50. Neerath. Present, sir. 51. Nihal. Present, sir. 52. Nirmayan. Present, sir. 53. Niranjana. Present, sir. 54. Noel. Present, sir. 55. Parthiv. Yes, sir. Present. 56. Pranav. Present, sir. 57. Surya. Present, sir. 58. Ranish. Present, sir. 59. Rishikesh. Present, sir. 60. Ruban. Present, sir. 61. Karthikeyan. Present, sir. 62. Khaja Hussain. 31 ഉണ്ട്. 62. Khaja Hussain. Present, sir. 63. Sanish. Present, sir. 64. Sharan. Present, sir. 65. Shravan. Present, sir. 60. Present. Yes. 68. Yadu Krishnan. Present. Okay. ആരാ മെസ്സേജ് ഇട്ടത്? 67 ഉണ്ട് സാറേ. സാർ 8 ഉണ്ട് കേട്ടോ. സാർ 8. ഗോഡ്സൺ ഉണ്ടോ അവിടെ? ഗോഡ്സൺ കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട് സാർ. ഉണ്ടായിരുന്നു, വന്നിട്ട് പോകാൻ തോന്നുന്നു. 8 ആരാണ്? അജൻ. അജനിപ്പം വന്നില്ലടേ. അല്ല സാർ, ഉണ്ടായിരുന്നു. ശരി. സാർ 4% ആട്ടോ. 4. 4 ഒക്കെ പ്രസന്റ് ആണ്. സോ ആബ്സെന്റ് ഈസ് 12, 16, 17, 21, 25, 42, 43. അത്രേ ഉള്ളൂ. 7 പേര്. ഓക്കെ, ശരി. Thank you, sir. Thank you, sir.